നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ? ഞാൻ ഇന്നൊരു ചെറിയ ഓട്ടയാത്രയിലായിരുന്നു ഇടയ്ക്ക്. ഇന്ന് പ്രധാന വിഷയം ഇന്നലെ തുടങ്ങി വെച്ച വിഷയം തന്നെയാണ്. ഒന്ന് പോറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് കേസായി എന്നുള്ളതാണ്. അത് സത്യത്തിൽ ന്യൂസ് അവറിന്റെ ചർച്ചയ്ക്കിടയിൽ തന്നെ ആണ് അറിയുന്നത്. FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ള കാര്യം. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ സ്വാഭാവികമായിട്ടൊരു ഫോളോ അപ്പ് പോലെ ഇന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചില്ല. അത് പരിഗണിക്കുന്ന ഡേറ്റ് മാറ്റി. പിന്നെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് അത് കഴിഞ്ഞു. അതായത് ഹൈക്കോടതി ഒരു കേസ് എടുത്തിട്ട് തുടർച്ചയായിട്ട് 3 തവണ മാറ്റിവെക്കുന്നു, അറസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ അതിന്റെ അർത്ഥം അത്രയും സീരിയസ്നെസ് കേസിന് കൊടുക്കുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അതിലൊരു തീർപ്പ് കൽപ്പിക്കാതെ പോകുന്നത്? അല്ല, എന്നുവെച്ചാൽ മറുഭാഗം നന്നായിട്ട് കേൾക്കേണ്ടതുണ്ടാവും. കാരണം ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ദൃഷ്ടിയ ഹൈക്കോടതിക്ക് ഇതിന് ജാമ്യം കൊടുക്കാം എന്ന് തോന്നലാണ് ഉള്ളത്. പ്രഥമ ദൃഷ്ടിയ കൊടുക്കാമെന്ന് പറയുമ്പോഴും ഇതൊരു വലിയ സെൻസേഷണൽ വിഷയമാണ്. അപ്പം പിന്നെ കേട്ടില്ല എന്നുള്ള പരാതി വരാൻ പാടില്ല. അതുകൊണ്ട് ഈ പോലീസ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ഡിലേയിങ് ടാക്ടിക് എടുക്കും. അത് അവരുടെ സ്ട്രാറ്റജിയാണ്. റിപ്പോർട്ട് വന്നില്ല, അത് വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കൊടുത്താൽ മതി, പരാതി ഒന്നും വേണ്ട, എനിക്കൊരു ധൃതിയില്ല, തൽക്കാലം നിങ്ങൾ തുടരണ്ട എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്. എന്ന് വെച്ചാൽ ഇതൊരു ട്രെൻഡിങ് സ്ഥാനത്ത് നിന്ന് മാറുമല്ലോ, കഴിയുമ്പോൾ അങ്ങനെ. അപ്പോൾ കോടതികൾ സ്വാധീനിക്കപ്പെടുകയാണെന്നൊരു സ്വാധീനം കൊണ്ടല്ല. അതായത് ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ കോടതി മനുഷ്യരാണ്. അപ്പം ഇത് ഉണ്ടാക്കുന്ന വാർത്താ പ്രാധാന്യം അവർക്കറിയാം. ഇപ്പം ദിലീപിന്റെ കേസിൽ ഇപ്പം കോടതി ഒരു കാര്യമില്ലാതെ കേൾക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കോടതിയെ സ്വാധീനിക്കുന്നുണ്ട് മാത്രം. ചെറിയ തോതില്ല സ്വാധീനമല്ല, കണ്ണടച്ച് കോടതിക്ക് എത്ര കാര്യം സുപ്രീം കോടതിയാണ് ഇതൊന്നും നോക്കാറില്ല. സുപ്രീം കോടതി ഇപ്പം അല്ലെങ്കിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ കുറച്ച് കൊടുക്കും. അവർക്ക് ഗോവിന്ദചാമി ഷാജൻസ്കറിയൊക്കെ ഒരുപോലെ തന്നെ ഉള്ളൂ. അല്ലാതെ അവരുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന കേസിന്റെ മെറിറ്റ് അല്ല ഇവിടുത്തെ ഈ ബഹളമൊന്നും അവരെ ബാധിക്കുന്ന വിഷയം മാത്രമല്ല. അവരുടെ ഈഗോ ഒരുപാട് ഉയർന്നതാണ്. ഞങ്ങളെക്കാൾ മുകളിൽ രാഷ്ട്രപതി മാത്രമേ ഉള്ളൂ എന്ന് അവർ രാഷ്ട്രപതിയെ പുരിയുടെ ഉത്തരവിട്ടെന്ന് തോന്നുന്നു. രാഷ്ട്രപതിയോട് പോലും അവരെ ഉത്തരവിട്ടു. യഥാർത്ഥത്തിൽ രാഷ്ട്രപതി മാത്രമേ അവർക്ക് മുകളിലായിട്ടുള്ളൂ. എന്നിട്ട് രാഷ്ട്രപതി പോലും മുകളിലല്ല എന്ന് തോന്നില്ല. അതാണ് അവരുടെ ഒരു ഉയർന്ന ഈഗോ എന്ന് പറയുന്നത്. അതുപോലെ അല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് കാര്യമില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് ജാമ്യത്തിൻ്റെ ഇനിയൊരു ജാമ്യം നിഷേധിക്കാനുള്ള സാഹചര്യം ഇല്ല. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരാളുടെ മേലൊരു കേസ് അക്യൂസ് ചെയ്യുമ്പോൾ അയാൾ ജയിലിൽ അടയ്ക്കേണ്ടത് ഏത് ഇപ്പം ബ്രിട്ടനിലൊക്കെ ഒരാളുടെ മേലൊരു കേസ് രജിസ്റ്റർ ചെയ്താൽ അത് പ്രോസിക്യൂഷൻ ഏറ്റെടുത്ത് നടത്തണമെന്ന് തീരുമാനിക്കുന്നതിന് മുന്നോടിയായി ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ അവർ വേ ചെയ്യും. ഇതിൻ്റെ പണിഷ്മെൻറ്റ് പോസിബിലിറ്റി 50% എങ്കിലും വേണം. അത് 40-60 ആണെങ്കിലും അവരത് എടുക്കത്തില്ല. 50% എങ്കിലും ഇയാളെ പണിഷ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഇവരിതിൻ്റെ വലിയൊരു ട്രയൽ കോടതിയെ കൊണ്ടുപോയി ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ വല്ല പിഴയൊക്കെ അടച്ചങ്ങ് തീർക്കും. സെറ്റിൽമെന്റ്സിലേക്ക് അല്ലെ പിഴയോ എന്തെങ്കിലും പിഴയൊക്കെ അടച്ച് തീർക്കാമല്ലോ. ഈ ഒരു ട്രയൽ എന്ന് പറയുന്നത് ഇത്രയധികം സമയമുള്ള ഒരു കേസിൽ അവരങ്ങനെ അതേപോലെ തന്നെ ഇവിടെയും വേണ്ട. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സീരിയൽ റേപ്പിസ്റ്റ് അല്ല. അയാൾക്ക് ഇച്ചിരി കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ കുഴപ്പങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ കിട്ടിയ പണിഷ്മെന്റ് ഇനി അയാൾ തൽക്കാലം ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ജയിലിൽ അടച്ചതുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനം ഉദ്ദേശിക്കുന്നു ഒരാൾ ജയിലിൽ അടയ്ക്കുന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾ കറക്റ്റഡായി തൽക്കാലത്തേക്ക് എന്ന് വെച്ചാൽ അയാൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഒതുങ്ങി. അയാളെ ഇപ്പോൾ കൊണ്ട് ജയിലിൽ അടച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന്, ഇപ്പോൾ ഉദാഹരണത്തിന് വീണ എസ് നായരെയൊക്കെ 2 ആഴ്ച ജയിലിലടച്ചു. അവർ പ്രതിഷേധ പ്രകടനം നടത്തി. അപ്പോൾ ക്രിമിനൽ അല്ലാത്ത ആരും ജയിലിലടയ്ക്കാൻ പാടില്ല. ജയിലിൽ ക്രിമിനലുകൾക്കുണ്ടാവണം എൻ്റെ അഭിപ്രായം. അതേസമയം അവരുടെ മേലെ കേസെടുക്കാം, കേസിൽ ട്രയൽ നടത്താം, അവരുടെ മേലെ കണ്ടീഷൻ നടത്താം, എന്നിട്ട് ശിക്ഷിച്ച് അവർ ജയിലിൽ കിടന്നോട്ടെ. എന്ത് കേസാണ് ശിക്ഷിച്ചത്? ഉദാഹരണത്തിന് ഇപ്പം എന്താണ് ഇവരുടെയൊക്കെ മേലെ ചുമത്തുന്ന കേസ് എന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമായി കൂട്ടം ചേർന്നു. അപ്പോൾ ആ കൂട്ടം ചേർന്നു എന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന പോലീസിനെ തെളിയിക്കാൻ പറ്റിയാൽ അവർ ശിക്ഷിച്ചോട്ടെ, അപ്പോൾ അവർ ജയിലിലാവട്ടെ. പക്ഷേ അതിന് മുന്നോടി അവരെ ജയിലിലടയ്ക്കുന്നത് എന്തിനാണ്? അത് സമൂഹത്തിൽ ഒരാൾ റേപ്പിസ്റ്റ് ആണ്, അയാൾ വെളിയിൽ നിന്ന് വേറൊരു പെണ്ണിനെ റേപ്പ് ചെയ്യാൻ പറ്റും. ഒരാൾ മർഡർ ചെയ്തു, അയാൾ വീണ്ടും മർഡർ ചെയ്യാൻ സാധ്യത, അല്ലെങ്കിൽ വിറ്റ്നസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഉള്ള ആളുകളെ നമുക്ക് വേണമെങ്കിൽ ജയിലിലടയ്ക്കേണ്ട കാര്യമാണ്. അതാണ് കൂടുതൽ നല്ലത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നല്ല രാഹുൽ ഈശ്വരൻ ജയിലിലടച്ചു എനിക്ക് യാതൊരു യോജിപ്പില്ല.
രാഹുൽ ഈശ്വര ആള് ഒട്ടും ശരിയല്ല. ഇന്നലെ ചാനൽ ചർച്ചയിൽ സജീവമായിട്ടുണ്ട് ഇന്നലെ തന്നെ. പക്ഷെ അത് രാഹുൽ ഇത് പറയുമ്പോൾ പറയാം, രാഹുൽ പണി ചോദിച്ചു വാങ്ങും. കാരണം രാഹുൽ കൃത്യമായിട്ടുള്ള ഇതില്ലേ സാർ, കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ കണ്ടതാണ്. ആ കണ്ടീഷൻ അനുസരിച്ച് രാഹുൽ പറയുന്ന ഓരോ വാക്കും അപകടം ഉണ്ടാകും, അക്കൗണ്ടബിൾ ആണ്. പക്ഷെ രാഹുൽ അവിടെ നിന്ന് വരുന്നു, ചാനലുകളെ കാണുന്നു, പത്രസമ്മേളനം നടത്തുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് രാഹുലിന്റെ അഭിഭാഷകൻ ഒഴിയാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് കേൾക്കത്തില്ല. അപ്പൊ അദ്ദേഹം തന്നെ സമ്മതിച്ചത് മതി, ഇദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അപ്പൊ അദ്ദേഹം കരുതുന്നത് ഇതൊക്കെ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് പെട്ടതാണ്, അവിടെ എനിക്കിതൊക്കെ പറയാം, അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുപോലെ അങ്ങയുടെ ആ ഒരു രക്തത്തിൽ അലിഞ്ഞേർന്നിരിക്കുന്ന സ്ത്രീ വിരുദ്ധതയുണ്ട്. ആ സ്ത്രീ വിരുദ്ധതയാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു സാധനം. ദിലീപിനെ അനുകൂലിക്കുമ്പോൾ നമ്മൾ അതിജീവിതയെ തെറി വിളിക്കേണ്ട കാര്യമൊന്നും. അവിടെയാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞത് എനിക്ക് ഈ കാര്യത്തിലുള്ള ആളുകളുടെ ഒന്ന് ഈ അതിജീവിതയെ അപമാനിക്കുന്നു എന്നുള്ളത് ഗൗരവമേറിയ വിഷയം തന്നെയാണ്. ഇപ്പം ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് പല ആളുകളും ഇപ്പോൾ അഖിൽ മാരാറിന്റെ പേരെടുത്ത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം കഴിഞ്ഞ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടതിൽ ഈ കാറിനകത്തിട്ട് എങ്ങനെ പീഡിപ്പിക്കും അതിന്റെ ചിത്രമൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന രീതിയിൽ വളരെ മോശം. അതായത് അതിജീവിത പറയുന്ന കാര്യങ്ങളെ പോലും അക്കൗണ്ടിൽ എടുക്കാതെ അതിഭീകരമായ ദിലീപ് പ്രേമത്താൽ ഇവിടെ 3 തലങ്ങളാണുള്ളത്. ഒന്ന്, ഈ ദിലീപ് പ്രതിയായി വിചാരണ ചെയ്യപ്പെടുന്നു, കോടതി ഒരു ശിക്ഷ വിധിക്കുന്നു. ആ ശിക്ഷ വിധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദിലീപ് നിരപരാധിയാണോ അല്ല ദിലീപിനെ രക്ഷപ്പെടുത്തിയെടുത്തിയതാണോ എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്തെ അതിജീവിതയുടെ അവസ്ഥ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ദിലീപ് നിരപരാധിയാണെന്ന് പോലും ഞാൻ 100% വിശ്വസിക്കുന്നില്ല. ഞാൻ ദിലീപിന്റെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് ദിലീപിന് ഇതിനൊക്കെയുള്ള ശേഷിയും ഈ ഓർഗനൈസിങ് പവറും ഒക്കെ ഉണ്ട്. പക്ഷെ ദിലീപിന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യം തെളിയിക്കാൻ പ്രോസിക്യൂഷനും അന്വേഷണ സംഘമൊക്കെ പരാജയപ്പെട്ടു. ആ പരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടി അത് കോടതിയുടെ പുറത്ത് കയറുന്നതും ദിലീപ് കാശ് കൊടുത്തിട്ട് നീതി മേടിച്ചു എന്ന് പറയുന്നതും ശരിയല്ല. അതാണ് അതിനും തെളിവില്ല. അതിന് തെളിവില്ല. അപ്പൊ ആ ഒരു വിഷയത്തിൽ മാത്രമേ എനിക്ക്. അതേസമയം ദിലീപ് വളഞ്ഞ വിത്താണ്, ദിലീപ് എന്തും ചെയ്യും, ഏത് വഴിക്കും പോകും. പക്ഷെ ഈ കുറ്റകൃത്യത്തിൽ ദിലീപിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്നവരെ ഉണ്ട് എന്നത് തെളിവ് അവർ കൊണ്ടുവന്നൊരു കാര്യമില്ല, കോടതി ഹാജരാക്കണം. ഈ ദിലീപ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ദിലീപിന്റെ ഒരു റീ എൻട്രി അല്ലെങ്കിൽ കംബാക്ക് എന്ന രീതിയിൽ ഒരു സിനിമ ഭാബ റിലീസായ ദിവസമാണ്. ഭയം ഭക്തി ബഹുമാനം. അങ്ങനെ മോഹൻലാൽ വരുന്നു, റോളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാട്ടൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധേയമായിരുന്നു. ഒരു മിക്സഡ് റിവ്യൂ ആണ് കേട്ടിട്ടുള്ളത്. ഞാൻ സിനിമ കണ്ടിട്ടില്ലാത്തൊരു സിനിമ കാണാതെ അഭിപ്രായം പറഞ്ഞു. മാത്രമല്ല ചില ആളുകൾ ദിലീപിന്റെ സിനിമ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു തെറ്റാണ്, തീർച്ചയായിട്ടും തെറ്റാണ്. അത് ഒരു കലാരൂപമാണ്, അത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് കാണാം. ദിലീപ് മാത്രമല്ലല്ലോ, അല്ല ആ സിനിമയിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ. അത് സിനിമ മാത്രമല്ല, നമുക്ക് എന്തും അത് മറ്റേ ഈ ഒരാൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ ആ ശ്രീജിത്ത് പണിക്കർ പോയി അംബേദ്കർ വഴക്കുണ്ടാക്കി. അതിനുശേഷം ഉയർന്നു വന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ശ്രീജിത്ത് പണിക്കരെ, ഷാജൻ സ്കറിയ, അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ പേരെടുത്ത് പറഞ്ഞാൽ അവരോടൊന്നും നമ്മൾ സംവദിക്കാൻ പോവരുത്. എനിക്കൊന്നും മനസ്സിലാവും. ഒരു ക്യാൻസൽ കൾച്ചർ ആണല്ലോ, നിങ്ങളുടെ ഒരു ക്യാൻസൽ കൾച്ചർ ഉണ്ടാക്കുകയാണ്, ഒരു വോക്കിസ്റ്റുകളുടെ രീതിയാണ് അതെന്നുള്ള. ചർച്ചകൾ പാടില്ല. അവർ എന്നിട്ട് ജനാധിപത്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലരാകുകയും ചെയ്യും. അതൊരു പ്രത്യേകതര നിലപാടാണ്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. അതായത് വാദിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഏകപക്ഷീയമായ ചർച്ചകളിലൂടെ പോയാൽ മാത്രമേ ഈ ഒരു ഇരവാദമാണ്. ആ ഒരു കരയുക, കണ്ണീരൊഴുക്കുക, നിലവിളിക്കുക, സങ്കടപ്പെടുക, അങ്ങനെ ഒരു വല്ലാത്ത ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു ലൈനാണ്. ആ ലൈനിൽ ആത്മാർത്ഥമല്ല കേട്ടോ, ഒരു തരത്തിൽ ആത്മാർത്ഥതയില്ല. അവരും ബയാസ്ഡ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി വിഷയത്തിൽ, വേടരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്കൊരു നിലപാടും ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വേറൊന്നും. ഇവിടെ എല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരു പെൺകുട്ടിക്ക്. ഞാൻ അത് കണ്ടു. എനിക്ക് ഭാഗ്യലക്ഷ്മിയോട് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ തികച്ചും 2 ധ്രുവങ്ങളിൽ നിന്നാലും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാനും ഭാഗ്യലക്ഷ്മി ചേച്ചി. ഞാൻ ചേച്ചി എന്ന് വിളിച്ചാൽ അവർ എന്നോട് ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. എൻ്റെ നിലപാടിനോട് കട്ട എതിർപ്പാണെങ്കിലും എനിക്ക് ആ ഒരു കാര്യത്തിൽ അവരോട് ബഹുമാനമുണ്ട്. ഈ പല ആളുകൾ ഇന്നിപ്പം ഞാൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പം സാജിദ മഠത്തിൽ, അപ്പം അവർ വളരെ കടുത്ത ഇടതുപക്ഷ ലൈൻ എടുക്കുന്ന ആളാണ്. പക്ഷേ എന്നോട് ഇതിനെ കണ്ട് ഓടി എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒരു മര്യാദ അത് ഭാഗ്യലക്ഷ്മിക്കുണ്ട്. ഈ ഭാഗ്യലക്ഷ്മിയോടൊക്കെയുള്ള. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം മനുജെ, ഈ നമ്മുടെ നാട്ടിലെ നിലപാടുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നിലപാട് നിങ്ങളെടുത്താൽ ആ പക്ഷത്ത് നിൽക്കണം.
എങ്കിൽ മാത്രമേ ആരാധകരുള്ളൂ, പിന്തുണയുള്ളൂ. അത് ഈ സോഷ്യൽ മീഡിയ യുഗത്തിലുണ്ടായ കാര്യം. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ പറയാൻ പറ്റുമോ? ഇതൊരു ആധുനിക കാലത്തെ മാത്രം, ആധുനിക കാലത്താണ് ഇത്ര ശക്തമായത്. വിസിബിലിറ്റി വന്നല്ലേ സാർ? വിസിബിലിറ്റി മാത്രം. ഞാൻ പറഞ്ഞ അഴീക്കോട് സാറിന്റെ കാലം എടുക്കുക. അഴീക്കോട് സാറിന്റെ കാലത്തൊക്കെ എന്തും പറയാതെ അഴീക്കോട് സാറ്. ഞാൻ അഴീക്കോട് സാറിനെ കൃത്യമായി ഫോളോ ചെയ്തിരുന്ന ആളാണ്. അഴീക്കോട് സാറിന്റെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്നവൻ ചങ്കിടിച്ചായിരുന്നു അഴീക്കോട് സാറിനെ വിളിച്ചിരുന്നത്. കാരണം സാറിന്റെ മൂഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ സാറ് അടിക്കുന്നത് അവനെതിരെയായിരിക്കും. സാറിന് അങ്ങനത്തെ ഒരു നോട്ടം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഹൈലി കൺവിൻസ്. പക്ഷെ സാറിന് ഒരിക്കലും ഒരു ഒറ്റപ്പെടുത്തലോ ഒന്നും മതി. എല്ലാവരും സാറിനെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടിയാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്തിനേറെ ഈ ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലത്ത് പത്രവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഒരുപാട് ചാനൽ. ആ പത്രവിശേഷത്തിൽ സക്കറിയായും BRP ഭാസ്കറുമായിരുന്നു ഈ പത്രവിശേഷത്തെ പറ്റി. അന്ന് എന്നോട് BRP ഭാസ്കർ പറഞ്ഞിട്ടുണ്ട്, ഈ മലയാള മനോരമയുടെ എഡിറ്റർ അടക്കമുള്ളവർ, ഈ മാമൻ മാത്യു അടക്കമുള്ളവർ, അല്ല KM മാത്യു അടക്കമുള്ളവർ ഈ പത്രവിശേഷം കാണാൻ വേണ്ടിയിട്ടെങ്കിലും ചങ്കിടിച്ചിരിക്കുമായിരുന്നു. അവർക്ക് ഈ പത്രവിശേഷത്തിൽ കഴിഞ്ഞ ഉടനെ വിളിച്ച് ആശ്വാസം രേഖപ്പെടുത്തുമായിരുന്നു. ഒരു ഓഡിറ്റിംഗ് നടക്കുന്ന പോലെ. അതെ. അതായത് ഇവർക്കൊക്കെ ഉള്ളൊരു പേടിയും ബഹുമാനവും ഇഷ്ടവും ഒക്കെ ഉണ്ട്. ആ ഒരു കാലം മാറിപ്പോയി. ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, അന്നെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞതാണ്. ഇന്നെന്ന് പറഞ്ഞാൽ എതിരഭിപ്രായം നമുക്ക് 10 പേരെ കൊണ്ട് പറയിപ്പിക്കും. ഇപ്പം ബോബി ചെമ്മണ്ണനെ കുറിച്ച് നമ്മളൊരു വാർത്ത ചെയ്ത് നോക്കും. ബോബി ചെമ്മണ്ണൻ്റെ വാർത്ത, ഞാനിപ്പം ബോബി ചെമ്മണ്ണനെ കുറിച്ച് വാർത്ത ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങോട്ട് വാർത്തയുടെ ആദ്യത്തെ ഒരു 1-2 മണിക്കൂർ അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റ് എല്ലാം ബോബി ചെയ്ത് വിളിച്ചുകൊണ്ടായിരിക്കും. നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള കമൻ്റാണ്. ഒരു 1-2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും തിരിച്ച് എന്നെ തെറി വിളിക്കുന്ന കമൻറ്റുകൾ വരാൻ തുടങ്ങും. അപ്പോഴത്തേക്കും ആണ് ഇവരുടെ ടീം അറിയുന്നത്, ഇവരുടെ ടീം അറിയാം. അപ്പോൾ ഇവരുടെ ടീമിൽ നിന്ന് പെട്ടെന്ന് അലേർട്ട് പോകുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇവരെല്ലാം കൂടി വരുന്നു. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ സരി. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടുമല്ലോ, നമുക്ക് ഗുണമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കൂവിത്തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും. പക്ഷേ ഈ ഇരട്ടത്താപ്പുകളുള്ളപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഷ്കളങ്കരായ ആളുകൾക്ക് ബയാസ്ഡ് അല്ലാത്ത ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരികയാണ്. കാര്യം ഇവരൊരു അതിവൈകാരികമായും കരഞ്ഞുകൊണ്ടും ഇവരാണ് ഒരു മൊറാലിറ്റിയുടെ ഒരു സുപ്രമസി ഇവരുടെ കയ്യിലേക്ക് ഇവർ ഹോൾഡ് ചെയ്യുക. മനോജ്, അത് മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം. ഇപ്പം എൻ്റെ ഒരു സഹോദരൻ്റെ മകള് ഒരു ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഞാനെടുക്കുന്ന നിലപാടിനെ കുറിച്ച് എന്താണ് ഒരുപക്ഷെ BJPയുടെ ഫണ്ടിങ് ഉണ്ടാവുന്നവർ വിശ്വസിക്കുകയാണ്. അത് സഹോദരൻ്റെ മകള്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടും ഇവർ ഇതിനകത്ത് ഇടപെട്ട് നടക്കുന്നതുകൊണ്ടും അവരുടെയൊക്കെ ധാരണ അങ്ങ് പോകുമ്പോൾ അവർക്കൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. അവരൊന്നും സംവാദത്തിന് ഒരുക്കമല്ല. അവിടെയാണ് പ്രശ്നം. സംവാദത്തിന് ഒരുക്കമല്ല. അവരങ്ങനെ വിചാരിച്ചു കൊള്ളട്ടെ, അവരങ്ങനെ. പക്ഷെ നമ്മളോട് സമ്മതിക്കുന്നില്ല. എന്താണ് ഒരുക്കമല്ല? ഞാനെപ്പോഴും പറയാറുണ്ട്, സത്യത്തിൽ അപ്പോൾ അവർക്കല്ലേ പേടി? അല്ല, പക്ഷെ അവരെ സംബന്ധിച്ച് അവരങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി വെച്ചിരിക്കുക. പരസ്പര സഹകരണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളിട്ട് കഴിഞ്ഞാൽ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഷെയർ, ഇതൊരു പരസ്പര സഹകരണ സംഘമാണ്. അപ്പം ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെല്ലാം ഇപ്പം ഞാൻ പരാജയപ്പെടുന്നവളാണ്. എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴായിരിക്കും സ്ക്രോൾ ചെയ്ത് ഫേസ്ബുക്ക് നോക്കുന്നത്. അപ്പം ശ്രദ്ധയിൽപ്പെടുന്നവരുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു പടം കണ്ട ലൈക്ക് അടിക്കുന്നല്ലാതെ ഞാനിടുന്ന കമൻറ്റ് പോലും ഞാനിടുന്ന ഒരു പോസ്റ്റിന് അടി വരുന്ന കമൻറ്റ് പോലും വായിച്ച് അതിനെ പ്രതികരിക്കാൻ പറ്റത്തില്ല. ചിലപ്പം പോസ്റ്റ് ഇട്ടൊരു 10 മിനിറ്റ് ചിലപ്പം നമ്മൾ നോക്കുമായിരിക്കും. അപ്പം പക്ഷേ ഇത്തരത്തിൽ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് സംഘടിതമായി ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമല്ല ഇപ്പം മുരളിച്ചേട്ടനെ പോലുള്ളവർ, മുരളികുമാരനെ പോലുള്ളവർ ഫോളോവേഴ്സിനെ പോലും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരുണ്ടല്ലോ. എത്രയോ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഫോളോ ചെയ്യുന്നവർ പോലും അദ്ദേഹത്തിന് അറിയാം. ആ ഫോളോവേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റുണ്ട്. എവിടെ ചെന്നാലും ഇവരെ കാണും, അവരുമായിട്ട് സംവാദം. പുള്ളി ലോകം മുഴുവൻ കറങ്ങുമല്ലോ. ഇപ്പോൾ പുള്ളി തിരുവനന്തപുരത്ത് വന്നാൽ പുള്ളിയെ ഫോളോ ചെയ്യുന്നവരൊക്കെ പുള്ളി കാണും. പുള്ളിയുടെ ഒരു ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഇനി ഒരുപാട് വേറെ സ്ഥലത്തുണ്ട്, ദുബായിലാണെങ്കിൽ അവിടെയുള്ള ഫോളോവേഴ്സിന് മീറ്റ് നടത്തും, ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞ തരത്തിൽ. അപ്പോൾ അങ്ങനെ പുള്ളി ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഈ നെറ്റ്വർക്കിംഗ് നിലനിർത്തും. ഇതൊക്കെ ഇവർക്കൊക്കെ പറ്റും. ഇപ്പം എന്നെയൊക്കെ ഇപ്പോൾ സംബന്ധിച്ചോളം രാവിലെ 4 മണിക്ക് എണീറ്റ് രാത്രി 11 വരെ പണിയെടുക്കുന്ന നമുക്കിതെങ്ങനെയാണ് നമ്മളെ വാട്സാപ്പിൽ വരുന്ന സന്ദേശങ്ങൾക്ക് മറുപടി ഇപ്പം പല ആളുകളും പിണങ്ങും. ഫോൺ വിളിച്ചെടുക്കാൻ നിങ്ങളുടെ അഹങ്കാരമാണ്. അപ്പം ഞാൻ പറയും നിങ്ങളൊരു മെസ്സേജ് ഇടും. എന്താ പലതവണ വിളിക്കുന്നു, എടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് വാട്സാപ്പിലേക്ക് ഞാൻ മെസ്സേജ് ഇടും. ആരാണ് അതല്ല പറ്റത്തില്ല. അപ്പം ഞാനൊരു മെസ്സേജ് ഇടും പൊതുവെ ആരാണ് എന്നും എന്താണ് കാര്യം 3 മിനിറ്റ് താഴെ ഒരു മെസ്സേജ് ഇടും. ചിലർക്ക് അത് ദഹിക്കുന്നത് അഹങ്കാരമാണ്, മറ്റതാണ്, നിങ്ങൾ ഞങ്ങളെ പോലുള്ള പിന്തുണ കൊണ്ട്. ഞാൻ അഹങ്കാരമല്ല, ഞാനൊരു മനുഷ്യരായതുകൊണ്ടാണ് ഞാൻ പരമാവധി കാണാൻ ശ്രമിക്കാറുണ്ട്. കിട്ടുന്നില്ല. പക്ഷെ ജനം അംഗീകരിക്കുന്നില്ല. ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീഡിയോ കാണാനുള്ള സമയം ഞങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോൺ വിളിക്കും. അവരുടെ ലോജിക്ക് ശരിയാണ്. തീർച്ചയായിട്ടും. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാലത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ പോക്കല്ല.
ഇപ്പോൾ നമ്മൾ ദിലീപിലേക്ക് അതെ 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 തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഈ സിനിമ കാണുന്നുണ്ട്. അത് കാണുന്നത് കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ ദിലീപിന്റെ സിനിമ കാണരുതേ എന്ന് പറയുന്നവരുടെ പ്രതിഷേധമായിട്ട് കാണുന്നത്. അല്ലാതെ ഞാൻ ദിലീപിന്റെ ഒരു ഫാനേ അല്ല. എനിക്ക് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമ, മോഹൻലാലിന്റെ സിനിമ എനിക്ക് കാണാൻ ഇഷ്ടമാണ്, മമ്മൂട്ടിയുടെയും കാണും. ദിലീപിനെ അങ്ങനെ കാണുന്ന ഒരു വാശിയില്ല. പൃഥ്വിരാജിന്റെ ആണെങ്കിൽ കാണാൻ താല്പര്യക്കുറവാണ്. ബാക്കി ആരുടെയും എനിക്ക് അങ്ങനെ ഫഹദിന്റെ ഇത് കാണാൻ എനിക്ക് മോഹൻലാലിന്റെയും ഫഹദിന്റെയും സിനിമ കാണുന്നൊരു ആഗ്രഹം വരും. എങ്കിൽ പോലും സിനിമയുടെ ഒരു സ്വഭാവം നോക്കിയിട്ട് കാണാറുള്ളൂ. പക്ഷെ ദിലീപിന്റെ ഇത് കാരണം കാണരുതേ എന്ന് പലരും, അതുകൊണ്ട് ഞാൻ കാണും. ഒന്ന് അതേസമയം ഞാൻ ഈ നമ്മുടെ വിഷയം ദിലീപ് തന്നെ. തീർച്ചയായിട്ടും ദിലീപിന്റെ കാര്യത്തിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ അട്ടിമറി അങ്ങനെയല്ല, കോടതി കേസ് പണം വാങ്ങിയോ അല്ലെങ്കിൽ ദിലീപിനോടുള്ള ആരാധന കൊണ്ടോ അട്ടിമറിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്തില്ല. കാര്യം ഞാൻ കഴിഞ്ഞ നമ്മൾ ഈ വിധി വരുന്നതിന് മുന്നെയാണ് കുറേയധികം ചർച്ചകൾ ഉണ്ടായത്. വിധി വന്നത് വ്യക്തമായി എന്താണ് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത്, അന്വേഷണ സംഘം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന തെളിവുകൾ കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഈവൻ അതിജീവിതയ്ക്ക് സാധിച്ചിട്ടില്ല. മൊഴിയാലുള്ള വാക്കാലുള്ള കുറച്ച് കാര്യങ്ങളല്ലാതെ അതിനപ്പുറമായി തെളിവുകളൊന്നും ദിലീപിനെതിരെ സ്ഥാപിക്കാൻ സാധിക്കില്ല. ഞാൻ ഇന്നലെ ഹൈക്കോടതിയിലെ ഈ മുരാരി ബാബുവിൻ്റെയും ഈ വാസുവിൻ്റെയും ജാമ്യാപേക്ഷ വന്നപ്പോൾ കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ സ്വർണം പൊതിഞ്ഞ സ്വർണം ഒട്ടിച്ചു എന്നാണല്ലോ കേസ്. ഇവരുടെ വാദം എന്നതാണ് സ്വർണം പൊതിഞ്ഞതല്ല, ചെമ്പായിരുന്നുള്ളതാണ്. സ്വർണം പൊതിഞ്ഞു എന്നുള്ള തെളിവ് കൊണ്ടുവരാൻ കോടതി പറയുന്നത്. സ്വർണം പൊതിഞ്ഞതാണെന്ന് തെളിഞ്ഞാലല്ലേ പൊതിഞ്ഞ സ്വർണം ഒട്ടിച്ചെന്ന് വരത്തുള്ളൂ. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ മുമ്പിൽ അങ്ങോട്ട് പ്രശ്നമുണ്ട്. ശരി, അപ്പൊ അവർ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഇവിടെ ദിലീപ് ഓർഗനൈസ് ചെയ്ത്, അതായത് ഗൂഢാലോചന നടത്തി ഈ നടിയെ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനുള്ള എവിഡൻസ് കൊണ്ടുപോകണം. ഈ സംഭവങ്ങളെല്ലാം ദിലീപിന് ഗൂഢാലോചന എന്ന പേരിൽ ഇവർ കൊണ്ടുവന്ന എല്ലാ തെളിവുകളും ആഫ്റ്റർ ദി ഇൻസിഡന്റ് ആണ്. ഇവര് പലതും തെളിവായിട്ട് കൊണ്ടുവന്നു. ഇതെല്ലാം പറയുന്നുണ്ട്. 4 മാസത്തിന് ശേഷമാണ് എന്റെ പേര് തന്നെ ഞാൻ പറയുന്നത്. ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞ സാധനം, ഞാനും മനുജയും കൂടി ഒരു ഗൂഢാലോചന നടത്തി നമ്മുടെ ഇവനെ തീർക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ സനുവിനെ തീർക്കാൻ തീരുമാനിച്ചു എന്ന് പറയണമെങ്കിൽ ആ തീർക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണം, ഗൂഢാലോചന നടത്തണം. ഇതിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടു, സനുവിന്റെ കഥ കഴിച്ചു. അതിനുശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ ഒരു കോഫി ഷോപ്പിൽ ഇരുന്നുകൊണ്ട് ചായ കുടിച്ചിട്ട് സനു എന്ന് പറയുന്നത് കേട്ടെന്ന് കരുതിക്കോളൂ. നമ്മൾ അയ്യോ പാവപ്പെട്ടവൻ, അവൻ എന്നാ പറ്റിയെന്നായിരിക്കും പറയുന്നത്. അപ്പൊ ഇവർ കൊണ്ടുവന്ന എല്ലാ എവിഡൻസുകളും ഈ സംഭവത്തിന് ശേഷമുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ദിലീപ് നിരപരാധിയാണ് എന്നാണ് ദിലീപ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഇവിടെ ദിലീപ് നിരപരാധിയാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല, കോടതി പോലും വിശ്വസിക്കുന്നത് ഞാൻ കരുതുന്നില്ല. പക്ഷെ കോടതിക്ക് നോക്കേണ്ട കാര്യം മുമ്പ് എവിഡൻസ് മാത്രം നോക്കിയാൽ മതി. ആ പശ്ചാത്തലത്തിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ അതിജീവിതയ്ക്കോ പ്രോസിക്യൂഷനോ അതിൽ അതൃപ്തി ഉണ്ട്. ഹൈക്കോടതി ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതി എവിടെ പോയാലും ഒന്നും നേടാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയെ പോയി കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി, നമ്മുടെ ഈ ഇവരുടെ വലിയ സുഹൃത്താണ് നന്ദു എൻ്റെ സുഹൃത്താണ്. നന്ദുവിനോട് ഞാൻ പറഞ്ഞു, നന്ദു ഇത് എവിടെ പോയാലും അപ്പം വലിയ വക്കീലിനെ അപ്പം നന്ദു കാര്യമില്ല. ഈ ഒരു കേസിൻ്റെ ട്രയൽ ഘട്ടത്തിലാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. അടുത്ത ഘട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതി ഇതിൻ്റെ ഈ താഴത്തെ തട്ടി ചെയ്യണം, ഒരു പണിയും ചെയ്യത്തില്ല. പക്ഷെ വിചാരണയ്ക്ക് ഒന്നുകൂടി അനുവദിക്കാനുള്ള ഒരു പാടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ഇന്ത്യൻ പൗരനാണ് ദിലീപ്. അയാൾ 8.5 വർഷം ഇതിന് പുറകെ നടന്നാണ്. അത് പൂർത്തിയായതിനു ശേഷം ഉദ്ദേശിക്കാത്ത റിസൾട്ട് കിട്ടാത്തതിന് വീണ്ടും വിചാരണ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുമല്ലേ? ഞാൻ ചോദിക്കുന്നത്, എൻ്റെ മേലെ അക്യൂസ് ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യം തെളിയിക്കേണ്ട ബാധ്യത എന്നെ അക്യൂസ് ചെയ്തവർക്കാണ്. അവരതിൽ പരാജയപ്പെട്ടു പോയതിനു ശേഷം ഞാൻ എന്തിനാണ് വീണ്ടും സ്ട്രഗിൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതുപോലെ എവിഡൻസ് കൊണ്ടുവരണം. അതായത് ഈ എവിഡൻസ് എല്ലാം ഇഗ്നോർ ചെയ്തിട്ടാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നാൽ ഓക്കെയാണ്. അത് കൃത്യമായി കൂടെ അങ്ങനെ ഒരു എവിഡൻസ് ഒന്നും അവരുടെ ഇല്ല. ഇവർ പോലും പറയുന്നില്ല. ഇവര് ആവപ്പാടെ ഒന്നുമില്ലാത്തതുകൊണ്ട് അവസാനം ബാലചന്ദ്രകുമാറിനെ കൊണ്ടുവന്നു. സാർ കഴിഞ്ഞ ദിവസം ന്യൂസ് ടോക്കിൽ എന്ന് പറഞ്ഞു, ബാലചന്ദ്രകുമാറിനെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ദിലീപ് വിഷയത്തിൽ ഞാൻ ആ ഒരു പിടുത്തം അങ്ങ് വിട്ടു. അതെന്തുകൊണ്ടാണ്? കാര്യം ബാലേന്ദ്രകുമാറിനെ കുറിച്ച് ഇന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട്, ബാലേന്ദ്രകുമാർ ഒരു ഫാബ്രിക്കേറ്റഡ്. ഞാൻ പറഞ്ഞത് ഈ ബാലചന്ദ്രകുമാറിനെ അവർക്ക് അവിടെ അവതരിപ്പിക്കേണ്ടി വന്നത് തന്നെ അവരുടെ ഒരു എവിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ പോലീസ് സംഘത്തിന് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയാൽ ഒന്നുമില്ലാതെ വന്നപ്പോൾ
അവർ ബാലേന്ദ്രകുമാർ സാക്ഷിയെ കൊണ്ടുവരുവാണ്, അപ്രതീക്ഷിത ഒരു സാക്ഷി കൊണ്ടുവന്നിട്ട് അവരവിടെ വന്ന് ഇവിടെ വെച്ചിട്ട് കണ്ടു, അയാൾ പറഞ്ഞാൽ അവിടെ ഇട്ട് അവിടെ വരുന്നു, ആള് പോകുന്നു. അപ്പോൾ അത് മനഃപൂർവ്വം പോലീസ് ഉണ്ടാക്കിയ ഒരു കെണിയാണ്. വളരെ നാണം കെട്ട് പോവുകയും ചെയ്തു. ഫ്രാൻസിസ് സേവ്യർ എന്ന് ഒരാൾ സാക്ഷിയായി, അയാളുടെ ബദിരനും മൂകനുമായിരുന്നു, അതുകൊണ്ട് അയാളെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അല്ല, ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. ദിലീപ് നിരപരാധിയാണ് അല്ലയോ എന്നല്ല നമ്മുടെ വിഷയം. നിരപരാധിയാണ് എന്ന് അവകാശപ്പെടുന്ന ദിലീപിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടത്. ചർച്ച എന്താണെന്ന് വെച്ചാൽ, ദിലീപിനകത്ത് ഒരുപാട് വീഴ്ച ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ദിലീപ്, ഞാനിന്നിപ്പം ഒരു നിർമ്മാതാവായിട്ട് സംസാരിച്ചു, ദിലീപായിട്ട് അടുപ്പോട് നിർമ്മാണം, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ദിലീപിനോട് പറഞ്ഞു കൊടുക്കും, കുറച്ചുകൂടെ അഹങ്കാരം കുറയ്ക്കാൻ പറഞ്ഞു കൊടുക്കും, കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ദിലീപിൻ്റെ പ്രോബ്ലം, ദിലീപിന് ശരിയാണ് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം. 8 വർഷം പോയി, കരിയർ പോയി, സിനിമ പോയി, ആൾ സിനിമ സ്ത്രീകൾ കാണുന്നില്ല. ഇപ്പോഴും കോടതി വെറുതെ വിട്ടിട്ടും ബസ്സിൽ ദിലീപിന് സിനിമ ആളുകൾ ബഹളം, സ്ത്രീകൾ മുഴുവൻ ആ പ്രശ്നം ഉണ്ടാക്കിയ പെണ്ണുണ്ട്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾ ഈ ദിലീപിനെ പിന്തുണച്ചാൽ നിങ്ങൾക്ക് സ്ത്രീകളുടെ പിന്തുണ. ഞാൻ ദിലീപിനെ പിന്തുണയ്ക്കുന്നില്ല. ഞാൻ നിയമത്തെയാണ് പിന്തുണയ്ക്കുന്നത്. എനിക്ക് ദിലീപ് പരമപരിശുദ്ധനാണെന്ന് പറയാൻ എൻ്റെ എവിഡൻസ് ഒന്നുമില്ല. മാത്രമല്ല, സിനിമാ മേഖലയിൽ നിന്ന് കിട്ടുന്ന അറിവ്, ദിലീപിൻ്റെ മഹാമൊട്ടയും ഏത് തന്ത്രവും ചെയ്താണ്. അപ്പോൾ ദിലീപിന് പറ്റുന്ന വലിയ പാളിച്ചകൾ, ദിലീപിന് ഏറ്റവും ആദ്യത്തെ പാളിച്ച എവിടെ പറ്റിയെന്ന് വെച്ചാൽ, ഈ ആരോപണം ദിലീപിൻ്റെ മേൽ ഉണ്ടായ സമയമുണ്ട്, ഈ 2017. ആ ആരോപണം ദിലീപിന് മേൽ ഉണ്ടായത്, ആ തുടക്കം തന്നെ ദിലീപിന് മേലുണ്ടായിരുന്നു. ആ തുടക്കം മുതൽ ദിലീപിന് എനിക്ക് വന്ന അനുശോചനമൊക്കെ നടത്തിയ മഞ്ജു വാര്യർ പറഞ്ഞൊക്കെ ഒരു സംഭവമുണ്ട്. ഈ സമയത്ത് നമ്മളടക്കമുള്ള ഒരു ദിലീപിനെതിരെ വാർത്ത കൊടുക്കുന്ന സമയത്ത് ദിലീപ് വളരെ ശാസ്ത്രീയമായി ഇടപെടൽ നടത്തിയിട്ട് അത് തണുപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചു ഗൂഢാലോചന ഇല്ലെന്ന്. അപ്പോൾ ദിലീപ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ശാന്തനാവണമായിരുന്നു, സമാധാനത്തോടും. പകരം ദിലീപ് പക വീട്ടാൻ വേണ്ടി, ദിലീപിനെ അന്ന് സംസാരിപ്പിച്ചവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ദിലീപ് ചെയ്തത്, മനോരമക്കാരെ വിളിച്ചു വരുത്തി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ അന്ന് മാതൃഭൂമി ചർച്ച ചെയ്ത് സത്യം പറഞ്ഞ വിഷയം വീണ്ടും ചർച്ച കൊണ്ട് നമ്മളായിരുന്നു. എന്നെ പേരെടുത്ത് പറഞ്ഞ് ദിലീപ് അധിക്ഷേപിച്ചു. മനോരമ അതെല്ലാം കട്ട് ചെയ്തു. പക്ഷേ മലയാളി മറുനാടൻ എന്നുള്ളത് അവർ മ്യൂട്ട് ചെയ്തപ്പം ആളുകൾ ചോദിക്കണം, മറുനാടൻ്റെ പേര് പറയാൻ പേടിയാണ് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ചീത്ത വിളിക്കുന്നു. അന്ന് വേണു ബാലകൃഷ്ണൻ ആണ് ഈ ഒരു അന്ത്യചർച്ചയ്ക്ക് എടുത്ത ഈ വിഷയം ദിലീപിൻ്റെ പേരിൽ. അതിനെ വേണുവിനെ കുറിച്ചൊരു അശ്ലീല കഥ, വേണുവിൻ്റെ കണ്ടക്ട് ശരിയല്ല, വേണുവിന് വേറെ ചില ബന്ധങ്ങളുണ്ട് എന്ന തരത്തിൽ വളരെ കൃത്യമായി ഒരു സ്ത്രീയുടെ പേര് വ്യംഗ്യാർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ഇൻ്റർവ്യൂ കൊടുക്കുക. അത് വളരെ നേരിട്ട് പറഞ്ഞാൽ പേര് പറയുന്നില്ല, പക്ഷേ ആ സ്ത്രീയുമായിട്ട് വേണുവിനെന്തോ ബന്ധമുണ്ട് എന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിൽ ചില പദപ്രയോഗങ്ങളൊക്കെ നടത്തിയാണ് ഇയാൾ അന്ന് പ്രകോപിപ്പിക്കുന്നത്. ഇത് ആണ് മാധ്യമങ്ങളെ പ്രകോപിപ്പിച്ചതും വീണ്ടും ദിലീപിൻ്റെക്ക് ആളുകൾ തിരിയാൻ കാരണമായത്. എന്നിട്ടും അന്ന് അക്കാലത്ത് നമ്മുടെ അവിടുത്തെ ലേഖകൻ ഒരു അർജുൻ എന്ന് പറഞ്ഞൊരു കക്ഷി, അർജുൻ സി മനോജ് എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. അയാളെ ദിലീപ് നേരിട്ട് ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്, നിനക്ക് ഞാൻ മനോരമ മേടിച്ചു തരാം, നീ അവിടുത്തെ രാജ്യം മറന്നാണ്, നീ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ദിലീപ് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അവൻ അയച്ചു തന്നാണ്. അപ്പം അതാണ് അത് ദിലീപ്. എന്നിട്ട് ദിലീപ് അതിനുശേഷം 5-8 വർഷം അനുഭവിച്ചല്ലോ. ഈ 5-8 വർഷം അനുഭവിച്ചും ദിലീപ് എന്ത് ചെയ്യണം, അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ദിലീപ് ഇവിടുന്ന് ഇപ്പോൾ സംഭവിച്ച ദിലീപിൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ, ദിലീപിനെ കോടതിയിൽ നിന്ന് വെറുതെ വിടുന്നു. വെറുതെ വിട്ടപ്പോൾ ചാനലുകളും പത്രങ്ങളെല്ലാം ദിലീപിൻ്റെ മേലെ തുടങ്ങും. അപ്പോൾ ദിലീപ് പറയണ്ടായിരുന്നു, ദൈവത്തിന് നന്ദി, ഞാൻ ദിലീപിന് ഇഷ്ട ദൈവം ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരും പറഞ്ഞോട്ടെ, ദിലീപ് ഏത് ദൈവമാണ് പറഞ്ഞോട്ടെ, ദൈവത്തിന് നന്ദി, നീ സത്യത്തിൻ്റെ വിജയമാണ്, സത്യമേവ ജയതേ, വിശദമായി പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ വിധി വരണം, എന്നിട്ട് പ്രതികരിക്കാം, വക്കീലിനോട് ചോദിക്കണം, എന്തായാലും എന്തെങ്കിലും പറഞ്ഞു പോകാമായിരുന്നു. ദിലീപ് പകരം കൃത്യം മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞ്, മഞ്ജു വാര്യരെ അക്യൂസ് ചെയ്തില്ല, പക്ഷേ എങ്കിൽ പോലും മഞ്ജു വാര്യരെ കുറിച്ച് ജനം ചർച്ച ചെയ്യട്ടെ എന്നുള്ള കൃത്യമായ, ദിലീപ് വളരെ സൂത്രശാലിയാണ്. ദിലീപിൻ്റെ വാക്ക് ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ദിലീപ് മഞ്ജു വാര്യരാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന പിന്നിൽ നിന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മഞ്ജു വാര്യർ തുടങ്ങി വെച്ചായി നേരത്ത് പറയുമ്പോൾ, ഞാൻ മഞ്ജു നിന്റെ പിന്നാലെയുണ്ട്, നീ എഴുതി വെച്ചു എന്നുള്ള സന്ദേശമാണ്. ഇവിടെ ദിലീപ് മറന്നു പോകുന്നത് എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മളൊരു യുദ്ധത്തിനിറങ്ങുമ്പോൾ നമ്മൾ ഈ ധീരന്മാരെ പറഞ്ഞിട്ടാ ചെയ്യുന്നതെന്നൊക്കെ പറയാം. അതൊക്കെ പണ്ട് ഇപ്പം ഈ അൻവർ മറുനാടനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ പറയുമായിരുന്നു, ഈ കമ്പനിയിൽ വിവരം അറിയിച്ചിട്ടേ ചെയ്യത്തുള്ളൂ, അവിടെ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്ത്. ഇത് അമിതമായ ആത്മവിശ്വാസം. പക്ഷെ അവിടെ അൻവർ തോറ്റുപോയി. ഇവിടെ യഥാർത്ഥത്തിൽ ദിലീപിന് മഞ്ജു വാര്യർ പ്രതികാരം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മിണ്ടരുത്, യഥാർത്ഥത്തിൽ മിണ്ടരുത്. നമ്മളിപ്പം ഒരാളെ പ്രതികാരം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതികാരം ചെയ്യണം, അല്ലാതെ
ഞാൻ നിന്നോട് ചെയ്യുന്നു വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. ദിലീപ് മഞ്ജുവാറിൻ്റെ പേര് പറയുന്നതോടെ മഞ്ജുവാർക്ക് ഒരു കാര്യം ബോധ്യമായി, ഇവൻ ഇനി എൻ്റെ പിന്നാലെ ഉണ്ടാവും. അപ്പം അല്ലെങ്കിൽ മഞ്ജുവാരനെ ഞാൻ കഴിഞ്ഞു രക്ഷപ്പെട്ട് പോട്ടെന്ന് ഓർത്തിരിക്കത്തുള്ളൂ, സംശയമുണ്ടത്. ഇതിപ്പോൾ ഇവൻ എനിക്കിട്ടെതിരെ പണി തരും എന്ന് തിരിച്ചറിയുമ്പോൾ മഞ്ജു വാര്യർ അപ്പം തന്നെ ഡിഫൻസിനുള്ള മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യും. നാളെ എനിക്കിട്ട് അറ്റാക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുണ്ടാവും. ദിലീപ് സ്വാഭാവികമായും മഞ്ജു വാര്യരുടെ ഇതാണെങ്കിൽ എന്നോട് എന്തായിരിക്കും എന്ന് അതിജീവിതയ്ക്ക് തോന്നും. അപ്പോൾ ഈ ദിലീപ് അനാവശ്യമായി ശത്രുക്കളെ സൃഷ്ടിക്കുകയും അവരെ ഊർജ്ജസ്വലരാക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ. ഇതിന് ശേഷമുണ്ടായ ക്യാമ്പയിൻ, ഈ ദിലീപിനെതിരായ ഒരു ക്യാമ്പയിൻ ഇത്രയും ചൂട് പിടിക്കാൻ കാരണം ദിലീപ് മഞ്ജു വാര്യരുടെ ഊന്നി പറഞ്ഞു. മഞ്ജു വാര്യർ ഊന്നി പറഞ്ഞില്ലായിരുന്നെങ്കിൽ എല്ലാവരും കഴിഞ്ഞെങ്കിൽ കഴിയട്ടെ എപ്പോഴും ഉണ്ടാവും. ആദ്യത്തെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അതങ്ങ് നിന്നുപോയേനെ. പക്ഷെ അല്ലെങ്കിൽ അതിജീവിത പോസ്റ്റ് ഇടത്തില്ലായിരുന്നു. മഞ്ജു വാര്യർ പോസ്റ്റ് ഇടത്തില്ലായിരുന്നു. അപ്പം ദിലീപ് വീണ്ടും ഈ വിഷയം കത്തിച്ച് ഇതിലെ ചൂട് പകർന്നു കൊടുത്ത് ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ ദിലീപ് പറയുന്നതിനപ്പുറത്ത് ഇത് ഒരു സിനിമാക്കാരൻ എന്ന് പറയുന്ന റെപ്യൂട്ടേഷൻ നിൽക്കുന്ന ഒരു കാര്യം. സിനിമാക്കാരൻ മാത്രമല്ല, ഈ പബ്ലിക് എടുപ്പ് നമ്മൾ റെപ്യൂട്ടേഷൻ നിൽക്കുന്നവരാണ്. നാളെ എൻ്റെ റെപ്യൂട്ടേഷൻ പോയി എൻ്റെ വീഡിയോ ആരും കാണത്തില്ല, റിലയബിലിറ്റി പോകും, വിശ്വാസ്യത പോകും. അപ്പം സിനിമയിലും ഈ എത്ര അല്ലെങ്കിൽ അത്തരത്തിൽ റോളായിരിക്കണം. ഇപ്പം വിനായകൻ റെപ്യൂട്ടേഷൻ വിഷയമല്ല. വിനായകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവം അറിയാനോ അയാളുടെ ജീവിതം ആളുകൾ പോകുന്നില്ല, അവർക്കെല്ലാം അറിയാം. അയാൾക്ക് മാത്രം അഭിനയിക്കാൻ കഴിയുന്ന ആ റോളിൻ്റെ മഹത്വം മാത്രം. ഇപ്പം വിനായകൻ എന്നെ പച്ചത്തെറി, എൻ്റെ 15 വയസ്സില്ലാത്ത മോളെ കുറിച്ച് ഒരാൾ കുട്ടിയോട് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് വിനായകൻ്റെ സിനിമ കാണത്തില്ല ഞാൻ വെക്കുമോ? ഇല്ല. കാരണം വിനായകൻ അഭിനയിക്കുന്ന സിനിമ വിനായകന് മാത്രം കഴിയുന്ന ഒരു പ്രതിഭയാണ്. ആ വിനായകൻ്റെ സിനിമ ഞാൻ കാണത്തില്ല, ഞാൻ വെക്കാൻ പോകത്തില്ല. ഒരുപക്ഷെ വിനായകൻ നായകനാകുന്ന സിനിമ കാണില്ലെന്ന് വരുമായിരിക്കും. പക്ഷെ വിനായകൻ നായകനാകണമെന്ന് നിർബന്ധമില്ല. വിനായകനെ എല്ലാവരെയും പ്രീതിപ്പെടുത്തി എനിക്ക് ദിലീപിന് നായകനായേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ദിലീപ് എന്താ ചെയ്യേണ്ടത്? ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒരുപാട് പിറകോട്ട് പോയി തൻ്റെ കരിയറിനെ കൊണ്ടുവരാനും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അപ്പം ഇപ്പം ഇതിൻ്റെ തുടർച്ചയാണ് ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഭയങ്കര ഷോക്കിംഗ് ആണ്. ഞാൻ ഇതിനെ ദിലീപിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നിട്ട് ഞാൻ കരുതുന്നത് ദിലീപിന് പങ്കില്ല എന്ന് പറയുമ്പോഴും വിശ്വസനീയമല്ല. ഇപ്പം ഒരു വീഡിയോ, ആ വീഡിയോ ആദ്യം കിട്ടിയ ആളുകളിൽ ഒരാൾ ഞാനാണ്. അന്ന് ദിലീപിനെ ശിക്ഷിച്ച ആ ദിവസം തന്നെ ദിലീപുമായി പരിചയമുള്ള ഒരാൾ എനിക്ക് വീഡിയോ അയച്ചു തന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് ദിലീപുമായിട്ട് ബന്ധം ഉണ്ടാവും. ഞാൻ പറയാൻ കാര്യം അതാണ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, സഹോദര മനസ്സിൽ വെച്ചാൽ മതി, അവർ കുറ്റക്കാരാണ് എന്ന് കോടതി ശിക്ഷിച്ചില്ലെന്ന്, അവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തി. ഈ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ ജനരോഷം ശക്തമായിട്ടിരിക്കുമ്പോൾ ഈ ആദ്യത്തെ 6 പേരെ കൂടെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങാൻ കഴിഞ്ഞാൽ മനുഷ്യർക്ക് പറ്റുന്ന കാര്യമല്ല. ദയവായി ഈ പരിപാടിക്ക് നിങ്ങൾ നിന്ന് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ദിലീപിന് വളരെയധികം വേണ്ടുന്ന ആൾക്കാർ തന്നെ ഇത്തരത്തിലൊരു വീഡിയോ പ്രചരണത്തിലേക്ക് പോകുന്നത്? ഇപ്പോൾ ദിലീപ് ഗൂഢാലോചന, ഇയാൾക്കൊരു ഉത്തരവാദിത്തമുണ്ടോ ഈ പ്രതികളെ രക്ഷിച്ചെടുക്കാൻ? സംശയം സ്വാഭാവികമായി തോന്നില്ലേ നമുക്ക്? അല്ല, അങ്ങനെയല്ല. ഈ ദിലീപിൻ്റെ അവരെ രക്ഷിച്ചെടുക്കാനുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന നടന്നിരുന്നെന്നും ആ ഗൂഢാലോചനയുടെ ഇരയാണെന്നും ആ മഞ്ജു വാര്യരുണ്ട്, അല്ലെങ്കിൽ ലിബർട്ടി ബഷീറുണ്ട്, സിനിമാ മേഖലയിൽ പലരും ഉണ്ട് എന്ന് വരുത്തി ദിലീപിനൊരു സിമ്പതി ഉണ്ടാക്കി സിനിമ ഇൻഡസ്ട്രി തിരിച്ചു പിടിക്കാൻ വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പഴയ സ്റ്റാർഡമിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ദിലീപിനോട് ചേർന്ന് നിന്ന് ദിലീപ് പെട്ടെന്നൊരു താരം വരുമ്പോൾ ദിലീപിൻ്റെ ആ സിനിമാ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെയാണ്, അതായത് ഈ ചെറുകിട നടന്മാരെ, തിരക്കഥാകൃത്തുക്കളെ, സംവിധായകരെ, കോമഡി ആർട്ടിസ്റ്റുകൾ, അങ്ങനെ കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഇനി അങ്ങോട്ട് പിടിച്ചു വരുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദിലീപിനോട് പിന്നെ ഇവരായിരിക്കുമല്ലോ. അപ്പോൾ അത്തരം കുറേ ആളുകളാണ് അവരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ ദിലീപ് നല്ലതും ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അല്ല, അതിപ്പോൾ എന്നോട് ഇന്നിപ്പം നിർമ്മാതാവ് ജോബി ജോർജിനെ ഞാൻ വിളിച്ചപ്പോൾ ജോബിനോട് പറഞ്ഞത് ഈ സിനിമാ മേഖലയിലെ ഈ അവശ്യ കലാകാരന്മാർ, പ്രത്യേകിച്ച് ഈ നടീനടന്മാരൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആർക്കും വേണ്ട. പ്രത്യേകിച്ച് നടിമാരൊക്കെ, ഈ നടിമാരൊന്നും നായികമാരല്ലല്ലോ, അവർ ഈ ചെറിയ വലിയ ഇപ്പം ആറന്മുള പൊന്നമ്മ, അല്ല മറ്റേ പൊന്നമ്മ, കവിയൂർ പൊന്നമ്മ പോലും അവസാന കാലത്ത് ഈ കൊല്ലം തുളസിക്ക് ഓപ്പറേഷന് പൈസ കൊടുക്കും, എല്ലാവർക്കും സാമ്പത്തിക സഹായം കൊടുക്കാനും ജനുവിനായി പറയാനും അവരെ നോക്കാൻ. ഇതൊന്നും മനോജയ്, ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് എത്ര വലിയ ആളായിരുന്നെങ്കിലും അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് വർത്തമാനം പറയാനും അടുത്തിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു BRP ഭാസ്കറിൻ്റെ കാര്യം തന്നെ. എത്രയോ വലിയ ജേർണലിസ്റ്റായിരുന്നു, കേരളം കണ്ട ഏറ്റവും മഹാന്മാരായ ജേർണലിസ്റ്റുകൾ ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോത്തൻ ജോസഫ് മുതൽ
നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ ആളുകളുണ്ട്. ആ പോത്തൻ ജോസഫ് പോലുള്ള ആ മലയാളികളുടെ ചരിത്രം, മാധ്യമപ്രവർത്തന ചരിത്രം, ആ ടോപ്പ് 10 ഒരാളാണ് BRP ഭാസ്കർ. അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് 90 വയസ്സാണ്, 100 വയസ്സാവുന്നു, 94 വയസ്സാവും കണ്ടു കഴിയുന്നു. ഈ കാലഘട്ടത്തിൽ ഇയാളുടെ മകൾ മാത്രമായിരുന്നു. ഭാര്യ മരിച്ചു പോകുന്നു, മകൾ മരിച്ചു പോകുന്നു, പിന്നെ ഇയാൾ ഒറ്റയ്ക്കാവുന്നു. അപ്പം ഞാൻ അദ്ദേഹമായിട്ട്, എനിക്ക് എൻ്റെ ഗുരുവാണ് അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹം ചെന്നൈ പോയി കാണുമായിരുന്നു. അപ്പം പിന്നീട് അവസാന ഘട്ടമായി കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നും എന്നെ വിളിക്കും. പക്ഷെ എനിക്ക് പലപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. കാണാൻ വരുമോ എന്ന് ചോദിക്കും. ഞാൻ അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ തീരുമാനിച്ചു ഉടലേക്ക് കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇവിടുത്തെ വീടൊക്കെ വിട്ട് മദ്രാസിലേക്ക് പോയി, മകൾ മരിച്ചുപോയി. അപ്പം മകളുടെ ഭർത്താവ് മകളുടെ കൊച്ച് അമേരിക്കയിലായി, ഇപ്പം ഭർത്താവ് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നിർത്തി, ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ കൂടെ നിർത്താം, ഞാൻ എങ്ങനെ സംഭരിക്കുന്നു. ഈ സമയത്താണ് 2020 എൻ്റെ പേരിൽ കേസുണ്ടാവുന്നത്. ഞാൻ അവിടെ പോകുന്ന സാഹചര്യം പേടിക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ അദ്ദേഹം ആ ഒരു സമയത്ത് തിരുവനന്തപുരത്തേക്ക് തന്നെ വരികയും ഒരു അനാഥാലയം പോലൊരു, അനാഥാലയമല്ല, ഒരു റിട്ടയർമെൻറ്റ് ഹോം ഒരു സ്ഥലത്തേക്ക് താമസം മാറുകയും ചെയ്തു. ഞാൻ അവിടെ പോയി കണ്ടു. അതിന് മിക്കവാറും വിളിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ആ സമയത്തെല്ലാം ഒളിവും പോക്കും വരവായ നടന്നില്ല. അതിന് അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ അമേരിക്കയിൽ, അവർ വന്നില്ല. ബന്ധുക്കൾക്ക് അന്ന് തന്നെ, അതെന്തോ ഒരു തെരഞ്ഞെടുപ്പ് ഫലമോ ഏതാണ്ട് വരുന്ന സമയം, അന്ന് തന്നെ അടക്കുക, അതോ എന്തോ ഒരു കുഴപ്പം പിടിച്ച അന്ന് തന്നെ അടക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന മനുഷ്യർക്ക് ഒരുപാട് ആളുകൾ സംസാരിക്കാനായിട്ടുള്ള മോഹം ഉണ്ടാവും. അതിന് പോലും ദിലീപ് തയ്യാറാണ്, മറ്റു പലരും തയ്യാറല്ല. അതൊരു ഘട്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ പക്ഷേ സാർ വേറെ വരില്ല, ദിലീപ് സേഫ് അല്ലേ? ഇപ്പം സാർ പറഞ്ഞു ഇപ്പൊ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കുന്നു, എന്ത് ചെയ്താലും ദിലീപ് ഈ കേസിൽ സേഫായി. ഇനി ദിലീപിന് കേസിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും കൊടുക്കാനും സാധിക്കില്ല. പിന്നെ ഒരിക്കലും പറ്റില്ല. അയാൾ ഇനി പ്രതികാര നടപടിയിലേക്ക് പോയാലും അനുഭവിക്കുക എന്നുള്ള രീതിയിലേക്ക് മാത്രമായിട്ടല്ലേ അത്ര. ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് ഈ കേസ് തീർന്നു. ഇത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലൊന്നും പോയാലും ദിലീപിനെ ശിക്ഷിക്കാം. പക്ഷേ ഈ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ദിലീപിന് സിനിമയുടെ കാര്യം എങ്ങനെ ആവും? കാരണം ഒന്നാമത്തെ കാര്യം, സിനിമ സാമൂഹികമായ ഒരു അക്സെപ്റ്റൻസ് വേണ്ടേ? അത് പിന്നെ സാരമില്ല, ഇവർക്കെല്ലാം താരങ്ങളും ആളും ഒക്കെ ഉണ്ട്, അതൊക്കെ പൊക്കോളും. ഞാൻ പറഞ്ഞ ഈ കൂവുന്ന സാഹചര്യമൊന്നും നമുക്കില്ലല്ലോ, അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നുമില്ലല്ലോ. അതിപ്പം ആ പെണ്ണിൻ്റെ പേരെന്തായിരുന്നു, സരിതയ്ക്ക് ഫാൻസ് ഉണ്ടായിരുന്നു. പാരയുടെ മുന്നിൽ പൾസർസോനിക്ക് ഫാൻസ് ഉണ്ടെന്ന് പറയുന്നു. സരിത എവിടെ ചെന്ന ആളുകൾ സെൽഫി എടുക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. പക്ഷേ സിനിമ എന്ന് പറയുന്ന അയാളുടെ ഒരു കരിയർ ഇപ്പം 74-75 വയസ്സുണ്ട് മമ്മൂട്ടിക്ക്, ഇപ്പോഴും നായകനാണ്. ആ ലെവലിലേക്ക് നിൽക്കേണ്ട അതിൽ കുറവ് വന്നിട്ടുണ്ട്. സിനിമ വിജയിക്കുന്നില്ല. എനിക്കൊന്നാ ഈ 10 കൊല്ലത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ രാമലയിൽ മാത്രം ജയിച്ചിട്ടുള്ളൂ, 11 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയും വിജയിക്കത്തില്ല എന്നാണ് പലരും പറഞ്ഞത്. വിജയിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അപ്പം മാത്രമല്ല സിനിമ മാറിയല്ലോ. ഇതിന്റെ അകത്തുള്ള ഇയാളുടെ കോമഡികളൊക്കെ കാലത്ത് നല്ലതായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പൊ പവി കെയർടേക്കർ അബദ്ധത്തിൽ ഞാൻ കണ്ടു, അതേ പഴയ അതേ സിനിമ മാറി. അതായത് സിനിമ എന്ന് പറഞ്ഞപ്പോൾ നായകൻ വേണമെന്നില്ല, നായിക വേണമെന്നില്ല. ഇപ്പൊ ആരാണ്ട് കഴിഞ്ഞ ദിവസം എന്താണ് ഒരാൾ പറഞ്ഞു കേട്ടു സാർ, അത് ദിലീപ് മാറി നിന്നുകൊണ്ട് മലയാള സിനിമ മാറി എന്നൊരു വാചകം പറഞ്ഞു. എനിക്കറിയത്തില്ല. വിജയരാഘവനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നോട്, കഴിഞ്ഞ ദിവസം വിജയരാഘവൻ ഒരു കാര്യത്തിൽ വിളിച്ചത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്നിപ്പോൾ സിനിമയിലെ അപ്പനും അമ്മയും ഒന്നും ഇല്ലല്ലോ, അത്തരം കഥാപാത്രങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ, സത്യനന്ദിക്കാട് സിനിമകളും അങ്ങനെയുള്ള അതെല്ലാം പോയല്ലോ. അപ്പോൾ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരും അറിയാത്തതുകൊണ്ട് സിനിമ അത് വേറെ തരത്തില്ല. അപ്പോൾ ആ ലെവലിലേക്കൊന്നും ദിലീപിന് ഇനി മാറാനും പറ്റില്ല. ദിലീപിന് നല്ല ആർക്ക് മോഹൻലാൽ പറ്റുന്നുണ്ടോ? ഇല്ല. മോഹൻലാൽ പിന്നെ മോഹൻലാലിൻ്റെ അസാധാരണമായ ആ ഒരു അത് കാരണം അയാൾ നിലനിൽക്കുന്നതാണ്. മമ്മൂട്ടിയുടെ ഏത് സിനിമ വിജയിച്ചിട്ടുള്ളത്? ഈ ഫാൻസ് ഭയങ്കര വിജയിക്കുന്നു പറയുന്നല്ലാതെ ഏത് സിനിമ വിജയിക്കുന്നു കുറേ കാലമായിട്ട്. പിന്നെ അവരാ ഈ ഒരു ഇവരുടെ സ്റ്റാർഡം നിലനിർത്തി പോരുന്നത് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ ആ ഒരു ലെവലിലേക്ക് എത്താൻ ഇപ്പോഴത്തെ യുവതാരങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കും പറ്റത്തില്ല. അതിനനുസരിച്ച് മാറിയ ഒരാൾ ഫഹദാണ്. ഫഹദിന് കുറെ സിനിമകൾ തകർന്നു പോയി. അല്ല, എന്നാലും ഫഹദ് ഈ പറയുന്ന ഇപ്പം ഈ പറയുന്ന എന്താ ഈ സിനിമയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞത്, അമ്പാൻ എന്തായിരുന്നു, അമ്പാൻ സാഹസം ആണല്ല, ആവേശം. അപ്പൊ ഇങ്ങനെയുള്ള അല്ലാതെ ഈ ന്യൂജൻ സിനിമയിലും ഫഹദിനൊരു റോളുണ്ട്. പക്ഷെ ഈ ആവേശത്തിലുള്ള റോൾ മമ്മൂട്ടിക്ക് മോഹൻലാലിന് പറ്റുമോ? പറ്റത്തില്ല. ദിലീപിന് പറ്റുമോ? പറ്റത്തില്ല. അത്തരം ഒരു സാഹചര്യങ്ങളുണ്ട്. അത് എന്തായാലും ദിലീപ് നിരപരാധി എന്ന് അവകാശപ്പെടും. ദിലീപ് നിരപരാധി ആവാം. ദിലീപ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് പ്രത്യേകിച്ച് ഈ നടിയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ അബദ്ധമാണ്. അത് ദിലീപിന്റെ കടന്നു പോകുന്ന മാനസിക വല്ലാത്ത ഞാൻ പറഞ്ഞല്ലോ, ഈ നന്ദു എൻ്റെ സുഹൃത്താണ്, നന്ദുവിൻ്റെ അടുത്ത സുഹൃത്താണ്. നന്ദു പറഞ്ഞു ചില ദിവസങ്ങളിൽ മണിക്കൂറുകൾ സംസാരിക്കും.
ഭയങ്കര ഈ പ്രത്യേകിച്ച് ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം അങ്ങ് ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ ട്രോമറ്റൈസ്ഡ് ആണ് എൻ്റെ കൂട്ടത്തിൽ. അത് വളരെ സിമ്പതി ആയിരുന്നു. അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അപമാനിച്ച് അതിലൊരു സുഖം കണ്ടെത്തുന്നു. അത് ദിലീപിനെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും ഈ നടിയെ മാർട്ടിൻ അത് ഇരട്ടിപ്പണിയായി പോവുകയും ചെയ്തു. 20 കൊല്ലം ജയിലിൽ കിടക്കുന്നത് ഇനിയിപ്പോൾ എന്നാ ഇരട്ടിപ്പണി. 20 കൊല്ലം കിടക്കുന്നവൻ ഇനിയിപ്പോൾ ഒരാളെ കൊന്നാലും 2 ആളെ കൊന്നാലും ശിക്ഷ ചെയ്തേക്കല്ലോ. അപ്പോൾ ഇതിൻ്റെ സോഷ്യൽ മീഡിയയെ പ്രചരിപ്പിച്ചു. അതല്ലേ ഉള്ള കേസ്. ഒരു കേസുണ്ടെന്നുള്ളൂ, കാര്യമൊന്നുമില്ല. ഈ കാലയളവിൽ തന്നെ ഇയാൾ പോലീസുകാരെ ഇയാളെ വിചാരണയ്ക്ക് കൊണ്ടുപോയിക്കോളും, കോടതി ശിക്ഷിക്കും. ഈ കോടതി ഈ കാലയളവ് തീരും. അത്രയല്ലേ ഉള്ളൂ, അതിനകത്ത് കഥയൊന്നുമില്ല. എന്തായാലും അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് പണിയാവും. ഒരുപാട് പേര് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ട് അലക്കുകയും സംസാരിക്കുകയും അതൊക്കെ പണി. ഈ വീഡിയോ ഷെയർ ചെയ്തവരെയൊക്കെ പ്രതിയാക്കും. ഞാൻ ചോദിച്ചു, ഈ വീഡിയോ ഷെയർ ചെയ്തവർ, ഈ വീഡിയോ ഫേസ്ബുക്കിൽ, പക്ഷേ പ്രമുഖ അഭിഭാഷകരടക്കം ഇത് ചെയ്യുന്നുണ്ട്. അത് നിയമവിരുദ്ധം. കാരണം ഒന്ന് ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നുണ്ട്, അത് നിയമവിരുദ്ധമാണ്. 2 കോടതി ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞ് ഓർക്കണം, ഒരു വശത്ത് കോടതി ദിലീപിന് ആവശ്യത്തിന് ശിക്ഷ കൊടുത്തിരുന്നു പറയുന്നു, മറുവശത്ത് കോടതി ശിക്ഷിച്ചവൻ തന്നെ നിരപരാധിയാന്ന് പറയുന്നു. ഇത് എന്നെ ചെയ്യേണ്ട കോടതി ഇത് പറ. എന്തായാലും നമുക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു. ദിലീപ് നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ അധിക പ്രസംഗം, ഈ അമിതമായ ആവേശം, ഇരയെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന രീതി അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഇത് തിരിഞ്ഞുകുത്തും. ദിലീപിന് ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല. ദയവായി അത് മനസ്സിലാക്കിയാൽ നല്ലത്. നന്ദി, നമസ്കാരം.